കാണാത്ത ഒരു സംഭവമാണ് ഈ ജോയിന്റ് ഫാമിലി. എല്ലാവർക്കും ഇത് ചോദിക്കാനുള്ളൂ, എല്ലാവർക്കും ഇത് ചോദിക്കാനുള്ളൂ. എങ്ങനെ നിങ്ങൾ ഇത്ര കറക്റ്റ് ആയിട്ട് സത്യമാണോ? എന്റെ ഫ്രണ്ടൊക്കെ വിളിച്ച് ചോദിക്കും സത്യമാണ്. പക്ഷെ അവളെ വീട്ടിൽ കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. വെറുതെ വീട്ടിൽ കാണിക്കാനാണോ? എന്റെ ഒരു സമാധാനത്തിന് എനിക്ക് പ്രശ്നമില്ല. ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാരും ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം കമന്റ് ഫുള്ള് അവരെ കമന്റിൽ ഒരു നമ്മളെ പേര് എഴുതിച്ചിട്ട് ഇനി അടുത്തത് പൊളിയാൻ പോകുന്ന കാരണം ആ ഒരു സംഭവം നടന്നതിന് ശേഷം ഞങ്ങളുടെ നല്ല വീഡിയോസിലും എല്ലാ കമന്റ് സംഭവമാണ് നിങ്ങൾ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന ആൾക്കാർ സംഭവിക്കുള്ളൂ. അതോടും കൂടി ആയിരിക്കും ഞങ്ങളുടെ ഫാമിലി നന്നായിട്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിച്ച് നല്ല കൂട്ടായി നിന്ന ആൾക്കാര് ആഫ്റ്റർ മാരേജ് ഒരു വീട്ടില് പ്രശ്നങ്ങൾ അറിയാമോ? നമ്മളെന്താ പണത്തിന്റെ മേലെ കൂടിക്കെടുക്കുന്ന ആൾക്കാരെന്ന് കുറെ വരുമാനം കിട്ടുന്നു, പ്രൊമോഷൻസ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ. ചേച്ചിന്ന് വിളിക്കാത്തോണ്ട് പ്രശ്നമാണ്. അതെ, ഞാൻ പരാതിക്ക് ഞാൻ ചേച്ചിന്ന് വിളിക്കാം. അത് കളിയാക്കിട്ട് എനിക്കത് കേൾക്കുമ്പോഴേ ഇല്ല. പിന്നെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് ചന്തു ചേച്ചി. ഇപ്പൊ നിഖിൽ ചേട്ടൻ വരുന്നത് ഓട്ടോമാറ്റിക്കലി വന്നു പോണതാണ്. വീട്ടിൽ ഞാൻ നിൽക്കുന്ന വിളിക്കാം. അത് നമ്മൾ വന്നു പോകണം. പക്ഷെ നമുക്ക് കുറെ ഫാൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ കുത്തിത്തിരിപ്പ് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? എനിക്ക് ഭയങ്കര വിഷമമായ ഒരു സംഭവമായിരുന്നു. രണ്ട് പിള്ളേരെ വേർതിരിച്ച് കാണുന്നു പറഞ്ഞിട്ട് അത് ഭയങ്കര വിഷമായിരുന്നു. ആ ഒരു സമയത്ത് ഒരു കുട്ടീനോട് സ്നേഹമില്ല, ആ കുട്ടിക്ക് ഭംഗി കുറവ്. 8ാം മാസത്തിലായിരുന്നു ഡെലിവറി ചെയ്തത്. നൂല് പോലെ ആയിരുന്നു രണ്ടുപേരും. ഞാനത് കണ്ടിട്ട് ഞാൻ നേരെ വർക്കിനെ പോയി. നേരെ അന്ന് നോക്കി ഞാൻ പോണു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. ഞാൻ ഇവിടെ സൈറ്റ് എത്ര വരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പിള്ളേരും മനുഷ്യക്കോലത്തിലല്ല. ഇതില് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. എന്താ ഞാൻ എൻ്റെ കൂടെ ഇന്നുള്ള ഗസ്റ്റുകളെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്ന ആവശ്യമൊന്നുമില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. നമുക്ക് വെൽക്കം ചെയ്യാം PK ഫാമിലി. വെൽക്കം. എനർജി ഇല്ലാത്ത നിഖിൽ കീർത്തന, നിതീഷ് അഞ്ജു, എന്നെ വിമൽ കുമാർ. എന്തുണ്ട് വിശേഷം? അയ്യോ സത്യം, ഡിസംബർ ജൂൺ പോലെയല്ലേ? അല്ല, ഡിസംബർ ആവശ്യം ജൂൺ ജൂലൈ മഴ. ഓക്കെ, എനിക്ക് ആക്ച്വലി ഭയങ്കര സന്തോഷമായി. ഞാൻ ആദ്യമായിട്ടാ ഇവിടെ നിന്ന് ഒരു ഇന്റർവ്യൂ എടുക്കുന്നു. ഭയങ്കര സുഖമായിട്ട്. അതെ, അത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടുകാരെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ നമ്മുടെ സ്വന്തം കൊടുങ്ങല്ലൂർക്കാരെ ഇന്റർവ്യൂ എടുത്തത് ഭയങ്കര സന്തോഷമുണ്ട്. കൊടുങ്ങല്ലൂർക്കാരൊക്കെ ഞങ്ങളെ ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം താഴെ കുറെ ചോട്ടാസ് ഒക്കെ ഉണ്ട്. എങ്ങനെ പോകുന്നു നിങ്ങളുടെ ഈ ഒരു ബിസി ലൈഫ്? കാരണം കുറെ ചോട്ടാസ് ഉണ്ട് ഇവരുടെ ഫാമിലിയില്. പിന്നെ പല പല ചാനൽസ് ഉണ്ട് ഗൈസ്, ശാഖകളുണ്ട്, എങ്ങനെ പോകുന്നു ഇതൊക്കെ മൊത്തത്തിൽ മാനേജ് ചെയ്ത്? നല്ല രീതിയിൽ പോകുന്നു. എങ്ങനെയൊക്കെയോ അതങ്ങനെ പോകുന്നു. പറയാൻ ഏറ്റവും നല്ലത് ഇവർ രണ്ടുപേരും തന്നെ ആയിരിക്കും. അതായത് ഞങ്ങളാണ് കൊണ്ടുപോകുന്ന എല്ലാം സപ്പോർട്ട്. അതായത് ഇവർ അങ്ങനെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ രണ്ടുപേരാണ്. അപ്പൊ നമുക്ക് എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെയാണെങ്കിൽ അച്ഛനമ്മ ഇവർ രണ്ടുപേരും ഉണ്ണിയാളെ നോക്കും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉണ്ണിയാളെ നോക്കും. നമ്മൾ ആ സമയത്ത് ഓരോ ഗ്യാപ്പ് കിട്ടുമ്പോഴും നമ്മൾക്ക് എന്താണ് ജോലി അതൊക്കെ ചെയ്യും. അതിന്റെ ഭാരം മൊത്തം നിങ്ങളുടെ തോളിലാണ്. അങ്ങനെയല്ലടാ, കുറച്ച് പേര് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കും. ആക്ച്വലി നമുക്ക് വീഡിയോ എടുക്കുന്നേക്കാളും ബുദ്ധിമുട്ടാണ് ഉണ്ണിയാളെ നോക്കാനായിട്ട്. വീഡിയോ എടുക്കാൻ സുഖം, എഡിറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്താൽ മതി. പക്ഷെ ഉണ്ണിയാളെ നോക്കണ കേസ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അതില് രണ്ടാമത്തത് കണ്ണി കുത്തും. അച്ഛന്റെ കണ്ണി കുത്തിട്ട് കഴിഞ്ഞ ദിവസം ഡോക്ടറെ ഇന്നലെ ചേട്ടന്റെ കണ്ണി കുത്തും, എല്ലാവരുടെ കണ്ണിൽ കുത്തും. പിന്നെ കടിയുണ്ട്, പിന്നെ ഒരു കുന്തലുണ്ട്, തള്ളലുണ്ട്. പിന്നെ ഇങ്ങനെ ഉപ്പും ചാക്കും പറയണ പോലെ കാശ് വന്നിട്ട് ഇങ്ങനെ അപ്പൊ നമ്മള് വീഴും. നമ്മളെപ്പോഴും വരെ
നോക്കിയിരിക്കണം. നമ്മൾ അവരെ വെച്ചിട്ട് നമുക്ക് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡബൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ അടുത്തോട്ട് മാറിയിരിക്കണല്ലോ. അപ്പൊ നമ്മൾ ഇവരെ ഏൽപ്പിക്കും, നമ്മൾ നമ്മുടെ പണി ഇറങ്ങും. അങ്ങനെ നിങ്ങളപ്പോ എന്താ ചെയ്യുന്നേ ചാനൽസില് രണ്ടുപേരും? സപ്പോർട്ട് ചെയ്തു. മുന്നോട്ട് നോക്കും ഞങ്ങൾ. എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ബാക്ക് സപ്പോർട്ട് വേണം. ചെയ്യാൻ പറ്റുന്നത് അതിനാണ് ഞങ്ങളുടെ നല്ല സപ്പോർട്ട് കൊടുക്കുന്നത്. പിന്നെ വെച്ചാൽ ഒരുവിധം കൊളാപ്സ് കാര്യങ്ങളൊക്കെ വരും, ഞങ്ങളത് ഹാൻഡിൽ ചെയ്യും. പിന്നെ പുതിയ പുതിയ കൊളാപ്സ് നമുക്ക് ഉണ്ടെങ്കിൽ വന്നാലല്ലേ നമുക്ക് ഇതിന് ആക്ച്വലി സംഭവം വേണമല്ലോ. അപ്പൊ പിന്നെ ഈ ലൈം ലൈറ്റിൽ നിന്ന് പോവാന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അപ്ഡേറ്റ് ആയിരിക്കണം. അപ്പൊ അതിനുള്ള എല്ലാ സപ്പോർട്ടും ഞാനും ചേട്ടനും കൊടുക്കാറുണ്ട്. പോരാത്തിന് ഞങ്ങളുടെ അച്ഛൻ, അമ്മ, ഇവരുടെ അച്ഛൻ, അമ്മ എല്ലാവരും, ഇവൻ ഓൾ ഫാമിലി നമുക്ക് ഇതിന് ഭയങ്കര സപ്പോർട്ടാണ്. പ്രത്യേക ഒരു പരിഗണനയാണ്. അമ്മേനെ അച്ഛനും പറയും അവരവിടെ പൊക്കോട്ടെ, നമുക്ക് വീഡിയോ എഡിറ്റൊക്കെ ചെയ്യാനുള്ളതാണ്, അവരൊക്കെ പൊക്കോട്ടെ. അല്ലെങ്കിൽ നമ്മൾ ഡബ്ബേന്റെ സമയത്ത് ഇങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ അമ്മക്ക് ചീത്ത പറയും, പോയി നിങ്ങൾ അച്ഛൻ മാറിയിരിക്കും, ഇവരെ സൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഒരു പൊക്കളം പറഞ്ഞപ്പോൾ അച്ഛൻ വന്ന് ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. അതെ ഇപ്പൊ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കുറേ ഫാമിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഇന്ന് സമൂഹത്തിലാണെങ്കിലും നമ്മുടെ ഇടയിലൊക്കെ ആണെങ്കിലും അധികം കാണാത്തൊരു സംഭവമാണ് ഈ ജോയിന്റ് ഫാമിലി. ഇത്രയും കാരണം ഞാൻ ഇന്ന് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം കീത്തുവിന്റെ അമ്മയുണ്ട്, അഞ്ജുവിന്റെ അമ്മയുണ്ട്, അച്ഛനും അല്ല നിങ്ങളുടെ അല്ലേ, ഇവരുടെ പേരൻസ് ഉണ്ട്, ഫുൾ ഹോൾ ഫാമിലി ആയിട്ട് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും സപ്പോർട്ടും ഇത്രയും വലിയ ജോയിന്റ് ഫാമിലിയിലൊക്കെ ഇന്നൊക്കെ ജീവിച്ച് പോകുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കും അത്. നിങ്ങളുടെ ഫാമിലി ആണെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലേക്ക് വന്ന ആൾക്കാരാണെങ്കിലും ഫാമിലി ആണെങ്കിലും നമ്മുടെ ഭാഗ്യമാണ്. ഞങ്ങൾ രണ്ട് ഫാമിലീസ് ആണെങ്കിലും സപ്പോർട്ട് കിട്ടുന്നത്. ആൾക്കാർക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ടോ? ഉണ്ട് എല്ലാവർക്കും ഇത് ചോദിക്കാനുള്ളൂ. എല്ലാവർക്കും ഇത് ചോദിക്കാൻ എങ്ങനെ നിങ്ങൾ ഇത്ര കറക്റ്റ് ആയിട്ട് സത്യമാണോ? എന്റെ ഫ്രണ്ടൊക്കെ വിളിച്ച് ചോദിക്കും സത്യമാണ്. പക്ഷെ അവളെ വീട്ടിൽ കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. വെറുതെ വീട്ടിൽ കാണിക്കാനാണോ, എന്റെ ഒരു സമാധാനത്തിന് നിങ്ങൾക്ക് പ്രശ്നമില്ല, ആക്ട് ചെയ്ത് നിൽക്കണാണോ ഇപ്പൊ വീഡിയോസിന് മുന്നില്? ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാരും ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ കണ്ടല്ലോ നിങ്ങളും ഇത് അതിനുശേഷം കമന്റ് ഫുള്ള് ഇതിപ്പോ ഞാൻ അങ്ങനെ കാണാറില്ല. പക്ഷെ ഇവര് കണ്ടിട്ട് കാണിച്ചിരുന്നുണ്ടാ അവരെ കമന്റിൽ ഒരു നമ്മളെ പേര് എഴുതിച്ചിട്ട് ഇനി അടുത്തത് പൊളിയാൻ പോകുന്ന കാരണം ആ ഒരു സംഭവം നടന്നതിന് ശേഷം ഞങ്ങളുടെ നല്ല വീഡിയോസിലും എല്ലാ കമന്റ് കുറ്റം പറയാനില്ല. കാരണം ഓരോരുത്തർ സാഹചര്യങ്ങളായിരിക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും എല്ലാവരും ആ ഒരു കണ്ണിലൂടെ കാണുമ്പോഴും നമ്മളും അങ്ങനെയാന്ന് വിചാരിക്കുന്നു. പറയാൻ പറ്റില്ല. പക്ഷെ ഇവര് ബേസിക്കലി ഹാപ്പിയാണ്. ഈ പറഞ്ഞ പോലെ ഹാപ്പിയാണ്, റിയൽ ആണ്. ദൈവാനുഗ്രഹം ഫേക്ക് ഒന്നല്ല, റിയൽ ആണ്. നമുക്ക് ചില ആൾക്കാർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഈ നിങ്ങൾ ഒന്നിച്ച് പഠിച്ച ആൾക്കാർ ഒരേ വീട്ടിൽ താമസിക്കുന്നത്, ഒരേ ക്ലാസ്സിലിരുന്നു, ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന ആൾക്കാർ ഒരേ പായയിൽ ഉറങ്ങുന്നു. സംഭവിക്കുള്ളൂ. അതുകൊണ്ടും കൂടി ആയിരിക്കും ഞങ്ങളുടെ ഫാമിലി നന്നായിട്ട്. പക്ഷെ വേറൊരു സംഭവം ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിച്ച് നല്ല കൂട്ടായി നിന്ന ആൾക്കാര് ആഫ്റ്റർ മാരേജ് ഒരു വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് എന്താ പഠിച്ച ആൾക്കാര് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കെമിസ്ട്രി ഞങ്ങൾ തമ്മിൽ നന്നായിട്ട് വർക്ക്ഔട്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരേ മൈൻഡ് സെറ്റ് ആടാ. അത് ഞങ്ങൾക്ക് ഭയങ്കര ചില്ല. അതായത് ഇപ്പം നമുക്കൊരു ഫംഗ്ഷന് പോയിട്ട് ഇപ്പൊ അവിടെ ഒരു DJ ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തുള്ളു. മനസ്സിലായോ? ഇപ്പൊ ഇവളിങ്ങനെ സൈലന്റ് ആയിട്ടുള്ള ഒരാളാന്ന് വിചാരിക്കും, അതിനൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിലൊരു വരില്ലല്ലോ. പിന്നെ ഞാൻ എന്തുട്ടാന്ന് വെച്ചിങ്ങനെ ഇരിക്കണം. ആ ഒരു സംഭവം അവിടെ ഉള്ളതുകൊണ്ടായിരിക്കും പല കാര്യങ്ങൾക്കും ഒരു പിന്നെ എല്ലാ കാര്യം നല്ല രീതിക്ക് കൊണ്ടുപോകണം അങ്ങനെ ഒരു മൈൻഡ് നമുക്കുണ്ട്. അതല്ല അവരെ കാര്യം വിടും, അവര് പോട്ടെ വിചാരിച്ചാൽ നമുക്ക് നമ്മുടെ ഫാമിലി തീർന്നു. ലൈഫ് ഷോർട്ടാണ് അല്ലേ? നമ്മള് വല്ലാതെ അങ്ങോട്ട് പറയണം. കാരണം നമ്മള് എൻജോയ് ചെയ്യാൻ അത് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അല്ല ഞാൻ അത്ര ഉദ്ദേശമല്ലേ. ഇപ്പൊ ഇവര് എവിടെ പോണെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന സമയത്തിനൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. കുറെ വയസ്സായി കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനത്തെ അടിച്ചുപൊളിക്കുന്ന കാര്യമില്ല. ഇപ്പൊ എൻജോയ് ചെയ്യണമെങ്കിൽ ഇപ്പൊ എൻജോയ് ചെയ്യണം. ഞങ്ങൾ അച്ഛനും പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് നിങ്ങൾ അടിച്ചു വിളിച്ചോ.
അവരെ സമയത്ത് പൈസ ഇല്ല, ഇന്നത്തെ സൗകര്യങ്ങളില്ല. ഇന്നിപ്പോ നമുക്ക് പൈസ ഉണ്ടെന്ന് മാത്രമല്ല, നമുക്ക് സൗകര്യങ്ങളുള്ളപ്പോൾ നമ്മളത് ഉപയോഗിക്കണം എന്നാണ്. അത്രേ ഉള്ളൂ. ഞങ്ങളെല്ലാരും അത് മാനേജ് ചെയ്ത് പോകുന്നു. കടങ്ങളുണ്ട് അല്ലേ, നമ്മളതൊന്നും ഫിനാൻഷ്യലി നമുക്ക് ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ചില വീടുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ടെൻഷൻ, അവർക്ക് ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ വിഷയം. അത് പ്രത്യേകിച്ച് ഒരു കാര്യം പറയണേ, ഇപ്പൊ എന്റെ കയ്യിൽ 7 വർഷമായി, അവന്റെ ഏകദേശം 4 വർഷം കഴിഞ്ഞു. അപ്പല്ല ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന ടൈമിൽ ഉറങ്ങാണ്ടിരുന്നുണ്ട്. ചേട്ടാ ഇത്ര ലക്ഷം നമുക്ക് കടുണ്ടാ ഉണ്ടല്ലോ, ഈ കിടന്നുറങ്ങിയ ഇപ്പൊ അത് കേട്ട് മറ്റേ പറഞ്ഞല്ലോ മുല്ലപ്പൂം പിടി ഉണ്ടല്ലോ. ഞാൻ വന്നപ്പോ എനിക്ക് തന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ എനിക്ക് നമുക്ക് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ എപ്പോഴല്ലേ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ അഞ്ചോട് പറഞ്ഞു എനിക്ക് ടെൻഷനാണ്. അപ്പൊ ഞാൻ പറയും ഒന്നും വിഷയമില്ല, ഞങ്ങൾ എനിക്കൊരു കാര്യം പറയാണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കടകളല്ല, അങ്ങനല്ല. അല്ല അത് നിങ്ങളൊരു കട ഉദ്ദേശിക്കണ്ടാവില്ലേ, അതൊന്നല്ല. നിങ്ങള് ഉദ്ദേശിക്കുന്ന അപ്പുറത്തെ അറിയാമോ, നമ്മളെന്താ പണത്തിന്റെ മേലെ കൂടിക്കെടുക്കുന്ന ആൾക്കാരെന്ന് കുറെ വരുമാനം കിട്ടുന്നു, പ്രൊമോഷൻസ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അടിച്ചു പൊളിക്കുന്ന സൈഡിൽ കൂടെ പ്ലസ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഉണ്ടാക്കുന്ന വരുമാനം നമ്മുടെ എല്ലാ കാര്യങ്ങളും തീർത്ത് നമ്മൾ ഓക്കെ ആവണം. ഒരു 25% താഴെ മാത്രം നമ്മളത് സേവിങ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സന്തോഷത്തിന് വേണ്ടി ചിലവാക്കുന്നുള്ളൂ. ബാക്കി 75% പോകുന്നത് ഞങ്ങളായാലും ഇത് മാറ്റാൻ വേണ്ടിയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞില്ല, ഇനിയിപ്പോ പുതിയ എന്റെ ഫസ്റ്റ് അബോർഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ വൈകുന്നേരം 5 മണിക്ക് കല്യാണിക്ക് ഉണ്ണിപ്പോയതൊക്കെ പറയട്ടെ. അപ്പൊ അങ്ങനെ പറയണത് അന്ന് ഭയങ്കര വിഷമായിരുന്നു. അപ്പൊ എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡും ചിക്കൻ നൂഡിൽസ് കഴിക്കാനായിരുന്നു. അപ്പൊ അതൊരു സ്ഥലത്ത് കിട്ടിയിരുന്നില്ല ആ ഒരു ടൈമില്. അപ്പൊ അന്ന് ചേട്ടൻ പണി കഴിഞ്ഞപ്പോ എനിക്ക് ചിക്കൻ നൂഡിൽസ് കൊണ്ടുവന്നിരിക്കില്ല. നമ്മുടെ ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും, അതായത് നമുക്ക് എന്തെങ്കിലും ഭയങ്കര വിഷമമുള്ളൊരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തുനിന്ന് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് എന്തെങ്കിലും ഒരു കൊണ്ടുവരും. അന്നത്തെ ദിവസം ഞാൻ ഫുള്ളി ഇങ്ങനെ ബെഡിൽ കറി പിടിക്കും, ചേട്ടൻ ചിക്കൻ എല്ലാം അങ്ങനെയാട്ടാ. അതായത് എല്ലാരും കൂടി ഇത് കരയാൻ നിൽക്കൂല, എന്താ പറയാ, അതിങ്ങനെ പതുക്കെ പോട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. ഇത് വന്ന സമയത്ത് ഭയങ്കര അങ്ങനെയായിരുന്നു, ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കര ടെൻഷനാന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഭയങ്കര ബോൾഡായിരുന്നു. ഇപ്പൊ പിന്നെ നല്ല ബോൾഡാ ഞാൻ. കീത്തു പണ്ടത്തെ കീത്തുവേ പണ്ട് എന്റെ പൊന്നെ അല്ലെങ്കില്, പക്ഷെ ഇപ്പൊ നല്ല വേറെ ലെവലായിരുന്നു കീത്തു പണ്ട്. ഒരു തേങ്ങയില്ലായിരുന്നു ഒറ്റയ്ക്ക് വളർന്ന കുട്ടിയാണ്. വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ, വേറെ എനിക്കൊന്നും അറിയില്ല. ലോകം എന്താന്ന് പോലെ എനിക്കറിയില്ല. ഇവിടെ വന്നപ്പോഴാണ് ലോകം കാണുന്നത്, കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് ഓരോന്ന് പഠിച്ച് സെറ്റ് ചെയ്യാം, ആൾക്കാരോട് എങ്ങനെ സംസാരിക്കും, മീൻസ് എന്തെങ്കിലും ഒരു നോട്ടം നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഡൗൺ ആവുന്ന ആളായിരുന്നു. ഇപ്പൊ ഞാൻ ഡൗൺ ആണെങ്കിലും ഞാൻ തിരിച്ചു പക്ഷെ ശരിക്കും നമ്മളിങ്ങനെ ഒറ്റക്ക് നിൽക്കുമ്പോ കൂടുതൽ നമ്മൾ ഡൗൺ ആയിപ്പോ. പക്ഷെ കൂടെ ഇങ്ങനെ നല്ല ആൾക്കാരുള്ളപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്കിഷ്ടല്ല ഞങ്ങൾ രണ്ടുപേരായിട്ട് എവിടേക്കെങ്കിലും പോകണമെന്ന് എനിക്ക് ഇഷ്ടമല്ല. ഇവർ രണ്ടുപേരായിട്ട് ഇഷ്ടമല്ല. നമ്മ രണ്ടുപേരും സംസാരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ബെഡ്റൂമിലായാലും നമ്മൾ സംസാരിക്കും അല്ലേ. പക്ഷെ എനിക്ക് ഇവരുടെ കല്യാണത്തിന് മുമ്പ് അങ്ങനെയായിരുന്നില്ല. അതായത് ഞങ്ങളിപ്പോ അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ലെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്ന കുറച്ച് സംഭവം ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇവള് വന്നതിന് ശേഷം അപ്പം എന്താണ് ബോറടി ഇല്ലടാ. കാറിലാണെങ്കിൽ കൊറേ ഇങ്ങനെ തള്ളി മറിച്ച് ഇവരിങ്ങനെ ഡ്രൈവ് ഇങ്ങനെ ഫ്രണ്ട്സിട്ട് പെട്ടെന്ന് പാട്ട് ഓഫ് ചെയ്യും. അപ്പൊ ഞങ്ങളില്ല അപ്പൊ സൗണ്ട് കൂടും. അപ്പൊ നമുക്കത് ഡിസ്റ്റർബൻസ് ആയിട്ടാണ് നമ്മളത് ഓഫ് ചെയ്യുന്നത്.
അതെ അടുക്കളയിലൊക്കെ വെച്ച് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ആരെങ്കിലും കയറി വന്നാൽ ഞങ്ങൾ നോർമലായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ എന്നിട്ട് പറയാം ഞങ്ങളൊക്കെ ഒന്നുമില്ല അല്ലെങ്കിൽ ഞങ്ങൾ പറയും ഇവര് കേൾക്കാൻ പറ്റുന്ന സാധനമാണ് ഞങ്ങൾ പോയി 5 മിനിറ്റിലെ ഒന്നുമില്ല ഒന്നും കേൾക്കാൻ പറ്റാത്ത പൊക്കോ അപ്പൊ ഓക്കെ. ഇപ്പൊ ഏകദേശം എത്ര നാളായി ഒരു ലൈം ലൈറ്റ് യൂട്യൂബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞാൻ ഇപ്പൊ PK കപ്പിൾസ് ഇപ്പൊ 5 വർഷത്തോളായില്ലേ? 5 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിലും നമ്മള് എന്താ പറയാ നന്നായിട്ട് ആക്റ്റീവായി തുടങ്ങിയത് ഒരു 3 കൊല്ലമായിരുന്നു. ഇപ്പൊ ഇൻസ്റ്റാസ് 2 വർഷം. നിങ്ങൾക്കൊരു കാര്യം അറിയോ, കൊറോണ വന്നിട്ട് 5 വർഷമായി. അതെ. കൊറോണ സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് കൊറോണ റിപ്പോർട്ട് ചെയ്തിട്ട് ഇന്നലേക്ക് 5 വർഷം കഴിഞ്ഞു. ഞാൻ കണ്ടുപിടിച്ചല്ല കാര്യത്തിൽ അത് പേപ്പർ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസം വരുത്തുന്നുണ്ട്, വായിച്ചാൽ മതി. അപ്പൊ 5 വർഷമായി. അപ്പൊ ഡേറ്റ് ഇപ്പൊ ഈ ഒരു മാസം കഴിഞ്ഞാല് 2025 ആയി. സമയത്തല്ല യൂട്യൂബേഴ്സും കുറച്ചും കൂടെ, പക്ഷെ ഞങ്ങൾ ആ സമയത്തും അങ്ങനെ വല്ലാണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങി ഫസ്റ്റ് വീഡിയോയ്ക്ക് തന്നെ ഒരാഴ്ചക്കുള്ളിൽ 230K വ്യൂസ് വന്നു. പിന്നെ ഞങ്ങളത് പതുക്കെ ഇട്ട് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ നമ്മള് ലാഗും പിന്നെ ഭയങ്കര ലാഗും നമുക്ക് അതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സും ഭയങ്കര കുറവായിരുന്നു. പിന്നെയാണ് നമ്മളത് പഠിച്ച് പിന്നെ ഒരു ട്രാക്ക് കിട്ടിയപ്പോ നമുക്ക് മനസ്സിലായി ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഒരു എന്താ പറയാ നമ്മളൊരു എപ്പിസോഡ് പോലത്തെ സംഭവങ്ങളൊക്കെ സീരിയസ് ആയിട്ട് ചെയ്യാന്നുള്ള ലെവലിൽ അത് ഞങ്ങൾ അത്യാവശ്യം എഴുതിയൊക്കെ ചെയ്തു. പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് ഓർ നമ്മുടെ ഈ സിനിമകൾ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അന്നെന്ന് പറയാൻ വേണ്ടി ലിമിറ്റഡ് ആയിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് എല്ലാം പേരിൽ തമ്മിലുണ്ട്, അന്നും ഉണ്ട്. പക്ഷെ ഇത്രയും ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും സംഭവങ്ങളൊക്കെ. അപ്പൊ അതുപോലെ അന്ന് ചെയ്യാന്ന് വെച്ചപ്പോ നമുക്ക് തോന്നി അത് ശരിയാവില്ല, ഡബിങ് ശരിയാവുന്നില്ല, ഒന്നും ശരിയാവുന്നില്ല, സിംഗ് ഒന്നും ശരിയാവുന്നില്ല. അപ്പൊ അത് വിട്ടിട്ട് പിന്നെ ഇവര് ഫാമിലി വ്ളോഗിങ് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ അത് സിംഗിൾ ആയിട്ട് ഇടുന്നേക്കാളും ഞങ്ങൾക്ക് അവർക്ക് ഫാമിലി വ്ളോഗ് കാണാൻ ഇഷ്ടം. പിള്ളേരെ കളിക്കുന്നത്, ഞങ്ങൾ തമ്മിലുള്ള സംഭവങ്ങളും ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഫാമിലിയില് ഒരു ഔട്ടിങ് പോയി നിൽക്കുക. അതായത് ഇപ്പൊ എന്റെ വീട്ടുകാരൊക്കെ ആയിട്ട് റീച്ച് ഉണ്ടാകത്തില്ല. കീത്തുന്റെ ചേച്ചിമാരൊക്കെ ആയിട്ട് പുറത്തു വരും ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ള കാര്യം നമ്മള് അങ്ങനത്തെ ഫാമിലി വ്ലോഗ്സിന് നല്ല റീച്ചും നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ അതിന്റെ ഇടയിൽ വന്നിട്ട് കുത്തിത്തിരിപ്പിട്ടാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. 5 അവള് കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് ചന്തു ചേച്ചി. ഇപ്പൊ നിഖിൽ ചേട്ടൻ വരുന്നത് ഓട്ടോമാറ്റിക്കലി വന്നു പോണതാണ്. വീട്ടിൽ ഞാൻ നിൽക്കുന്ന വിളിക്കാം, അത് നമ്മൾ വന്നു പോണത് എന്ത് ചെയ്യാനാ. ഈ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ഞാൻ അറിയാം ഇപ്പം അഞ്ജു ആണ് പ്രപ്പോസൽ ആദ്യമായിട്ട് കൊണ്ടുവന്നതെന്നൊക്കെ അറിയാം. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഇപ്പം ചേട്ടന്റെ ഭാര്യയുടെ കൂടെ പഠിച്ച ആളാണ് വരുന്നത്. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇല്ല, ആദ്യം ഇഷ്ടമായില്ല. ഞാൻ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞു ഭയങ്കര ജാട, കീത്തുന് ജാട. എന്തിനാണ് നമ്മൾ ഈ ജാടുള്ള ആളെ വേണമെന്ന് ചേച്ചിയോട് ചോദിക്കുന്നത്. അപ്പോൾ എന്റെ ഏട്ടൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് കാണുന്നൊക്കെ ചേട്ടന് കാണിച്ചു കൊടുക്കും. അപ്പൊ ചേട്ടൻ പറയും എന്റെ ഫ്രണ്ട്സ് കുറെ പേരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി അല്ല, ചേച്ചി ഈ കാണിച്ചപ്പോ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ചേച്ചി ഭയങ്കര ജാടയുള്ള കണ്ടിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ല പാവം കുട്ടിയാടോ. പക്ഷെ ഇവർക്കറിയാലോ, ഇവരെ അടുത്ത് ഇത്ര വർഷം പഠിച്ച ആൾക്കാരല്ല. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെ ഞങ്ങൾ സംസാരിക്കുകയും കൂടുതൽ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആ കാണുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആള് ശുദ്ധയാണ്. ഞങ്ങള് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അത് ഭയങ്കര ഡീപ് ഫ്രണ്ട്സ് അല്ല, ബെസ്റ്റീസ് അല്ല. എന്നാലും എന്താ പറയാ ലിസ്റ്റിലുണ്ടാവും. ഇപ്പൊ നമ്മുടെ അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില പിള്ളേരുണ്ടാവും നല്ല മൈൻഡ് സെറ്റ് ഉള്ള കുട്ടിയാ, അല്ലെങ്കിൽ എവിടെ ചിരിക്കാൻ അങ്ങനത്തെ ഒരു. ഞങ്ങളും പഠിക്കുമ്പോൾ അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാനത് പറയായിരുന്നു, ഞാനൊക്കെ എത്ര പേരുടെ കൂടെ പഠിച്ചതോ തലയിലൊരു വര വേണം ഇങ്ങനെ നമ്മള് ചില റീൽസും ചില അതെന്താണെന്നറിയോ, തിരിച്ച് ഇങ്ങോട്ട് ഇഷ്ടം തോന്നണം, എന്നാലും നമുക്ക് അങ്ങോട്ട് ഇഷ്ടം തോന്നും.
മനസ്സിലായില്ല ആരെങ്കിലും മസ്താനിന് ഇഷ്ടപ്പെടാൻ തോന്നണ്ടേ? അയ്യോ കുട്ടി പാവം. ഞാൻ ഒന്ന് കരഞ്ഞിട്ട് ഇവൾക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണല്ലോ അവൾക്ക് ഇഷ്ടമായത്. എനിക്കിപ്പോ ഞാൻ വിചാരിക്കണേ, മറ്റേ സാധനം. പക്ഷെ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു നിഖിലിന് നല്ലൊരു കൊച്ചിനെ കിട്ടണം, അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിൽ കൂടുതൽ എനിക്ക് കൊണ്ടടക്കാൻ പറ്റുന്ന മെയില് നല്ല കുട്ടീനെ കിട്ടാൻ വേണ്ടിട്ടൊന്നല്ല ഞാൻ പറയുന്നത് കേൾക്കുന്ന ഒരു കുട്ടിയായിരിക്കും. ആക്ച്വലി അതങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇവന് വരുന്നതൊക്കെ എനിക്ക് കല്യാണം ഇവളായിട്ട് ഉറപ്പിച്ചപ്പോ ഇവൾക്ക് 19 വയസ്സുള്ള കല്യാണം കഴിഞ്ഞു. നിഖിലിനെ അങ്ങനെ ഉറപ്പിച്ചപ്പോ വന്നിരുന്നതൊക്കെ 24, 22, 23. നല്ല ഇജുള്ള ആൾക്കാരാണ്. ഇവളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു 27 വയസ്സുണ്ടാവുള്ളൂട്ടപ്പാ. നിങ്ങൾ 30-34 എങ്ങനെയൊക്കെ പോയാലും 3 വയസ്സിന്റെ ഒക്കെ മൂത്തൊരു സംഭവം. അവള് അതൊന്നും ശരിയാവില്ല, അവൾക്ക് മെച്ചൂരിറ്റി കൂടും. ഇന്നലെ മിനിയാന്ന രാത്രി ഞങ്ങൾ ആ വെഡിങ്ങിന്റെ ആൽബം കണ്ടു. ഇത് പിന്നെയും കുഴപ്പമില്ല. 19 വയസ്സ് അന്ന് ഉണ്ടായില്ല. എനിക്ക് ഞാനും അത്ര തന്നെ ഉണ്ടായുള്ളൂ കേട്ടോ. ഞാൻ എന്റെ മാമൊക്കെ പറയായിരുന്നു, സിനിമയൊക്കെ പറയായിരുന്നു കുറച്ചും കൂടെ പക്വത വരണം. അപ്പൊ ഞാൻ എനിക്ക് വരില്ല, വരും കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ വരും. പക്ഷെ ഞാൻ ഭയങ്കര മെച്ചൂർഡല്ലേ കിട്ടും. സ്വാഭാവികമായിട്ട് വരും. അല്ല നിന്നെക്കാളും മെച്ചൂർഡല്ല ഞാൻ. കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കുറച്ച് കുട്ടിക്കളിയൊക്കെ വേണം, എന്നാലും ഒരു രസം ഉണ്ടാവും. നല്ല രസമുണ്ട്. ഭയങ്കര സീരിയസ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറായില്ലേ ലൈഫൊക്കെ? ഓക്കെ, നിങ്ങളിങ്ങനെ ഇപ്പം കുറെ ഫാൻസ് ഉണ്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ ആളുകളൊക്കെ തിരിച്ചറിയുന്നത്. ഇപ്പൊ അത് യൂസ്ഡ് ആയിട്ടുണ്ടാവും, എന്നാൽ ആദ്യമായിട്ടൊരു മൊമെന്റ് ഉണ്ടാവില്ലേ പുറത്തിറങ്ങുമ്പോൾ ഇത് മറ്റേ ചേച്ചിയല്ലേ ആ ചേട്ടനല്ലേ നിങ്ങളുടെ വീഡിയോ കൊള്ളാം, ആ ഒരു മൊമെന്റ് ഓർക്കാൻ പറ്റുമോ? എങ്ങനെയുണ്ട്? എനിക്ക് ആദ്യം വന്നത് ഫസ്റ്റ് എനിക്കാന്നുള്ള അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അല്ല, എനിക്ക് ആദ്യം വന്നത് പണിസ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഒരാൾ ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കല്യാണത്തിന് തലേദിവസം രാത്രി പോയപ്പോ ഞാനും എന്റെ ആ സംഭവത്തില് വന്നപ്പോ അവിടെ വന്നിട്ട് ചെക്കൻ വന്നിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് പോയി ചേട്ടൻ നോക്കി. എനിക്കാണെങ്കിൽ ആകെ നാണക്കേടും എല്ലാരും ഒക്കെ നമ്മുടെ നാടല്ലേ, അവള് മാത്രം പുറത്തുനിന്ന് വന്നാണ് അവന്റെ കൂട്ടുകാരനെ കണ്ടത്. എനിക്കാണെങ്കിൽ എന്തോ ഇങ്ങനെ മാറി നിന്നൊരു ഞാൻ അപ്പൊ എന്റെ ചേച്ചിയുടെ മോൻ വന്നിട്ട് മാമ മുഖം തുടങ്ങി മുടിയിരിക്കും. അപ്പൊ അവർക്ക് അപ്ഡേഷനാണ്, ഓൾറെഡി ജനറേഷൻ 90 കിഡ്സ് ആണല്ലോ. അപ്പൊ അവർക്കത് വേഗം വേണം, മുടിയിരിക്കും മുഖം തുടങ്ങി എന്റെ ഫോട്ടോ എടുക്കും ഗ്ലാമർ. നമുക്ക് ഇപ്പോഴും ഭയങ്കര സന്തോഷമാണ് എല്ലായിടത്തും വന്നിട്ട് നമ്മൾ ഇഷ്ടമാണ്, ഉണ്ണിയാളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോ അവർക്ക് നമ്മൾ അത്രയും എന്താ പറയാ കാര്യമാണ്. നമുക്ക് അപ്പോഴാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി തൊല കൂടുന്നത്, പ്രചോദനം. ആദ്യത്തെ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ടിക്ടോക്കിൽ തന്നെയായിരുന്നു. ഞങ്ങള് മറ്റേ വേറെ ലെവലിൽ കപ്പിൾസ് ആയിരുന്നു. ഞങ്ങൾ കപ്പിൾസ് ആയിരുന്നു, ഒരു ഐസ്ക്രീം വൈറലായ ആൾക്കാരാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഓർമ്മയിൽ നിൽക്കണില്ല കേട്ടോ. എനിക്ക് എന്റെ ഓർമ്മയില് ഇവരുടെ കല്യാണത്തിന്റെ സമയത്ത് കീത്തുന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട്. എൻഗേജ്മെന്റിനാണോ? അല്ല, കല്യാണത്തിന് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ ഓർമ്മയില് അതായിരുന്നു. പക്ഷെ നമുക്ക് കുറെ ഫാൻസ് ഒക്കെ ഉണ്ട്, എന്നാൽ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ കുത്തിത്തിരിപ്പ് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? നോക്കാറുണ്ടോ? ഡിലീറ്റ് ചെയ്യോ? നോക്കാറുണ്ട്, ചിലത് ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്. അത് കഞ്ചി ചേച്ചി പറഞ്ഞതാണ്. ചിലത് ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ചില ആൾക്കാരുണ്ട് അവര് തന്നെ എല്ലാ വീഡിയോയിലും ഇങ്ങനെ വന്ന് ചെയ്യും. അതുപോലെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ എന്നെ അത്രയും പിടിച്ചൊലച്ചൊരു സാധനം ഒരു ജോയൽ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. അവനാണെങ്കിൽ എന്നെ കമന്റ് മനസ്സിലാവില്ല. പക്ഷെ അവൻ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് വീട്ടുകാരെയും മോശം രീതിയിൽ സംസാരിക്കാം. ഒരു പ്രാവശ്യം എന്റെ അമ്മേനെ പറ്റി പറഞ്ഞു. അന്ന് നമുക്ക് അങ്ങോട്ട് പിന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ അവരെ എങ്ങനെ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മൾ സൈബർ സെല്ലിൽ കേസ് കൊടുത്താലും കിട്ടാനൊക്കെ ചെറിയ കാര്യമല്ലേ. പിന്നെ എനിക്ക് മനസ്സിലായി അവനെ ബ്ലോക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ. പിന്നെ മെസ്സേജ് ഡിലീറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും പറ്റില്ലെങ്കിൽ ഇടും. കമന്റ് ജോയില് ഒരു കുഞ്ഞിനെ എനിക്ക് തരുമോ?
ഈ പറഞ്ഞ ഡയലോഗ് എന്ന് പറയാൻ വേണ്ടി ഏറ്റവും മാന്യമായിട്ടുള്ള സംസാരിക്കുക. അതേപോലെ ചില സ്ത്രീകളുടെ പേരുള്ള ഉണ്ട്, അവരിങ്ങനെ കുത്തിത്തിരിപ്പായിരിക്കും. പിന്നെ ഞങ്ങൾ റിമൂവ് ചെയ്യാൻ കാരണം അതായത് നമ്മൾ കാണുന്ന വീഡിയോക്ക് ആദ്യം തന്നെ വന്ന് കെടുക്കുക ഇങ്ങനത്തെ കമന്റ് ആയിരിക്കും. അപ്പൊ പിന്നെ കാണുന്നവരും അതേ എന്താ പറയാ അത് മനസ്സിലായി നമ്മള് ഫുള്ള് ത്രൂ ഔട്ട് വീഡിയോ കാണാം. അപ്പൊ ഓൾറെഡി വരും ആ കമന്റ് കാണുമ്പോൾ നമ്മൾ ഇതിൽ ഇങ്ങനെയാണ് എന്തിനാ വെറുതെ അത് നെഗറ്റീവ് കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർ വിചാരിക്കും ഇനിയിപ്പോ ഞാൻ നല്ല കമന്റ് ഇട്ടാ ഇവരെന്ത് വിചാരിക്കും നീ വന്നത് ശരിയാന്ന് പറഞ്ഞിടും. മനസ്സിലായി മനസ്സിലായി. ഓക്കെ. അപ്പം ആക്ച്വലി നമുക്ക് ടെൻഷൻ തരുന്ന സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ പിന്നെ സംസാരിക്കും ഇതിങ്ങനെ കമന്റ് വന്നിട്ടുണ്ടെന്ന് പറയാം. അത് അപ്പൊ എനിക്ക് അങ്ങനത്തെ കമന്റ്സ് കുത്തിത്തിരിപ്പ് കമന്റ്സ് ഒന്നും ഇങ്ങനെ പിടിച്ചൊലക്കാറില്ല. പക്ഷെ എനിക്ക് ഈ ഒരു സാധനം അതായത് 4 ആള് കാണുള്ളൂ ചിത്രീകരിച്ചിരിക്കില്ല അങ്ങനെ നോക്കുമ്പോ അവന്റെ കമന്റ് ആണ് എനിക്ക് കുറച്ചുകൂടി ഈ പറഞ്ഞ തന്നെ സ്വാതന്ത്ര്യമില്ലേ കമന്റ് ബോക്സിൽ അതുപോലെ നമുക്ക് ഇഷ്ടപ്പെടാത്ത റിമൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. എനിക്ക് ഭയങ്കര വിഷമമായ സംഭവമായിരുന്നു 2 പിള്ളേരെ വേർതിരിച്ച് കാണണം എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര വിഷമായിരുന്നു. ആ ഒരു സമയത്ത് ഒരു കുട്ടീനോട് സ്നേഹമില്ല, ആ കുട്ടിക്ക് ഭംഗി കുറവ്, എന്താ പറയണ നമ്മള് രണ്ട് കൃഷ്ണപടികളെ പോലെ ഞങ്ങൾ കൊണ്ടുനടക്കുന്നത് ഞങ്ങൾ 4 പിള്ളേര്. അപ്പൊ പിന്നെ സ്നേഹ കുറവ് കൂടുതൽ കാണുമ്പോൾ നമ്മള് ശരി മൈൻഡ് ചെയ്യണ്ടടാ. പക്ഷെ എങ്കിലും പിള്ളേരെ കേസ് തൊട്ട് പറയുമ്പോൾ നമുക്കത് ടച്ച് ചെയ്യും. അപ്പൊ ഞാൻ റിയാക്ഷൻ വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു. ഈ കമന്റ് ഇടുന്ന ആൾക്കാര് ഈ കമന്റ് ഇടുന്ന അല്ല അത് വെച്ചല്ലേ അതിപ്പോ ആരും തിരുത്താൻ പോണില്ല. എന്നാലും നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ. ഈ 2 കൊച്ചുങ്ങളും നിങ്ങൾ കണ്ടിട്ടില്ല, മനസ്സിലായില്ലേ? ഞങ്ങള് കണ്ടിട്ട് എത്രത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമവും ഒരു കാര്യങ്ങളൊന്നും ഇവർ അറിയാറില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഈ സംഭവം ഇവള് പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഇവരെ കൊച്ചിനെ കാണിച്ചു തന്നിട്ട് ഞാൻ നേരെ വർക്കിനാ പോയത്. വർക്കിന് പോയെന്ന് പറയാൻ വേണ്ടി ഇവർ 3 പേരും ഭയങ്കരമായിട്ട് സംസാരിക്കും, ഒരുമിച്ചിരുന്ന് നല്ലൊരു കാര്യങ്ങളൊക്കെ. ഞാൻ അതിനകത്ത് എനിക്കത് പറ്റത്തില്ല മീൻസ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്ന പോലെ. പക്ഷെ ഇവര് 3 പേരും ഏകദേശം സെയിം വൈബുള്ള ആൾക്കാരാണ്. പക്ഷെ എന്നെ അവർ ഒഴിവാക്കാറില്ല കേട്ടോ. പക്ഷെ ഞാനായിട്ട് തന്നെ മലപ്പുറം അവരുടേതായ ഇടത്തിൽ സംസാരിക്കുന്നത്. അപ്പൊ ഇവൾക്ക് ഓൾറെഡി ഇവർക്ക് 2 ഡോക്ടർ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മമാരെ പറഞ്ഞ് മനസ്സിലാക്കണം, കൊച്ചുങ്ങൾക്ക് ഇത്ര ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് അമ്മമാരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഉണ്ണിനെ കാണുന്നതും നമ്മുടെ കയ്യിൽ ഇങ്ങനെ തരുമ്പോഴും നമുക്കത് ഞാനത് കണ്ടു. 2 പേരും ഒരേശക്കില്ല വെച്ചിട്ടുള്ളായിരുന്നു. ട്വിൻസ് ആയതുകൊണ്ട് 8ാം മാസത്തിലായിരുന്നു ഡെലിവറി ചെയ്തത്. നൂല് പോലെ ആയിരുന്നു 2 പേരും. ഞാനത് കണ്ടിട്ട് ഞാൻ നേരെ വർക്കിനെ പോയി. നേരത്തെ പറഞ്ഞ് അന്ന് നോക്കി ഞാൻ പോണു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. ഞാൻ ഇവിടെ തിരികെ ആ സൈറ്റ് എത്ര വരെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ കാര്യങ്ങൾ ഇവരെടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അല്ല ഞാൻ തമാശ പറഞ്ഞല്ല, എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമമായി. കാരണം ഇവരെന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ആയിരിക്കും ഇടാവുന്നുള്ളൂ. ഞാൻ സാധാരണ ഒരു ഉണ്ണിനെ കാണുന്ന പോലെ കണ്ട്. പിന്നെ അത് ഈ ഉണ്ണിന് ഇത്രയൊക്കെ ആയുമ്പോ നമ്മ വീട്ടിൽ ഒരാളെ നിർത്തുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. കാരണം അവനെയാണ് കൂടുതൽ ഞങ്ങൾ വീട്ടിൽ നിർത്തുന്നത്. കാരണം അവന് അമ്മനായിട്ട് ഭയങ്കര അടുപ്പമാണ്. അവനപ്പൊ വേറെ ആൾക്കാരായിട്ടും വേണ്ട. പക്ഷെ മൂത്തവനെ സംബന്ധിച്ചിടത്തോളം അല്ലുവിനെ സംബന്ധിച്ചിടത്തോളം നിഖിലോ കീത്തോ ഉറപ്പായിട്ടും വേണം. അപ്പൊ അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവരുണ്ടെന്നുണ്ടെങ്കിൽ അവൻ സൈലന്റ് ആണ്. അപ്പൊ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് അവനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അതിനെ വീട്ടിലിരുന്നതിൽ നമുക്ക് അവന് കരയാണ്ടിരിക്കാനും കൂടുതൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാനും എളുപ്പമായതുകൊണ്ടല്ലോ ഒരു കുട്ടിനെ കാണാൻ ഭംഗിയില്ല എന്നൊക്കെ പറയുന്നതില് ഇത്രയും ഞങ്ങളെ ആക്കിയെടുത്തന്നെ ഞങ്ങൾപ്പെട്ട കഷ്ടപ്പാട് പോട്ടെ, ഞങ്ങൾ മാനസികമായിട്ടുള്ള എന്തോരം അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയും. കാരണം നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ഡിപ്രഷൻ സ്റ്റേജ് ആണ് പറയാ. നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പിള്ളേരും മനുഷ്യക്കോലത്തിലല്ല. അയ്യോ ബേബീസ് ആയതിന്റെ പേരിൽ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് 28 ദിവസത്തോളം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവരെ കൈ കിട്ടുന്നതന്നെ. കാരണം അതുവരെ നെയ്സിലായിരുന്നു. അപ്പൊ ഇവരെ കുറിച്ച് മോശമായ രീതിയിൽ കമന്റ് ചെയ്യുമ്പോ ഇത്രയും വളർത്തി വലുതാക്കിയ കഷ്ടം ഉറങ്ങിയിട്ട് പോലില്ല. ഈ ചേട്ടൻ പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി അങ്ങനെയായിരുന്നു. ഉറക്കത്തിന്റെ കേസല്ല, പിള്ളേരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരുന്നു. അതായത് മറ്റുള്ള പരസ്പരം അത് ഞങ്ങൾ കാണിക്കാണ്ട് നടക്കണ ഒരു കാര്യം ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പറഞ്ഞ കാര്യം ഇപ്പോഴും ഇവിടെ അറിയുന്നത്. ഞാൻ ഇവിടുന്ന് പോയിട്ട് സൈറ്റ് എത്തണം. പക്ഷെ ഇവരെന്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ എന്റെ മാനസികാവസ്ഥ ഞാൻ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇതില് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറെ നാള് കഴിഞ്ഞാൽ ഞാൻ കാണുന്ന പിള്ളേരെ. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കയറിയപ്പോൾ റൂമിൽ കയറിയപ്പോ ഞാൻ ആദ്യം കാണുന്നത് നിങ്ങളുടെ കയ്യിൽ കൊച്ചുണ്ട്, പക്ഷെ തുണിയുടെ ഉള്ളിൽ കൂടെ ഒരു നൂല് കാലെടുത്ത് ഇത്ര
അല്ല ഞാൻ പറഞ്ഞ കാര്യം അതല്ല. അതായത് നമ്മളിപ്പോ അത് നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പറയുമ്പോ അല്ലെങ്കിൽ അതൊരു നല്ലൊരു അമ്മയോ അച്ഛനായിരിക്കില്ല കമന്റ് ഇടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവര് ആ ഒരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതപ്പോ നമ്മളൊക്കെ അങ്ങനെ എത്തുമ്പോ ഇടുമ്പോ നമുക്കത് ഉണ്ടാകുന്ന മാനസികാവസ്ഥയും അല്ലെങ്കിൽ നല്ലൊരു അച്ഛനമ്മയ്ക്ക് മനസ്സിലാവും സ്വന്തം കുട്ടികളെ കുറിച്ച് എങ്ങനെ പറയുമ്പോൾ. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞത് കാക്കയ്ക്ക് തന്നെ ഒരു പെൺകുഞ്ഞാണ്. നമ്മത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് എന്താ പറയാ എളുപ്പമുള്ളത് കൊണ്ടും അവർക്ക്, കാരണം ഭക്ഷണം പോലും ചിലപ്പോൾ പല്ല് കഴിച്ചെന്ന് വരില്ല. അപ്പൊ നമ്മത് ഭക്ഷണം കൊടുക്കാനൊക്കെ അതിനെ സുഖമായിട്ട് കഴിക്കാനൊക്കെ കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മ അതിനെ വീട്ടിലിരുത്തുന്നത്. അല്ലാണ്ട് അതിനെ കണ്ണോട് അതുകൊണ്ട് നടക്കണ് അല്ലുവിനെ ഉഷാർ അങ്ങനൊന്നുമില്ല. അപ്പൊ ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും ഇവരെ വെച്ചിട്ട് റീൽ എടുക്കാൻ, ഒരു ഫോട്ടോ എടുക്കാൻ. അതിന് ഇങ്ങനെയൊക്കെ നിൽക്കും. അതിന് നിൽക്കുന്ന ആളാരോ അവരെ സംഭവങ്ങളൊന്നും കാണിക്കില്ല. അന്നത്തെ കൊച്ചുങ്ങളെ കുറിച്ച് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് അമ്മ നല്ലക്ക് നമുക്ക് വിഷമം. അതാണ് ഈ പറഞ്ഞാൽ അവർ ഈ ഒരു ഇതിനധികം എത്തിയിട്ടില്ല. ഒന്നില്ലെങ്കിൽ ആ ഒരു കമന്റ് ഇടുന്ന ആണായാലും പെണ്ണായാലും ഒരു അച്ഛനും അമ്മ എന്നുള്ളത് ആയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവർക്ക് അതിനോട് മനുഷ്യത്വ സംഭവം കാരണം പാറുവിനൊക്കെ നടന്നത് ഞങ്ങൾ പോലെ അറിയാണ്ട് അവള് വളർന്നു വന്നതാ. പക്ഷെ ഈ 2 പിള്ളേരെ ഞങ്ങൾ നോക്കിയെടുത്തത് 20 എന്താ പറയാ അത്രയും കൊല്ലം ഞങ്ങള് അത്രയും വീട്ടിലുള്ള എല്ലാരും കഷ്ടപ്പെട്ട് വിഷമാണ് പിള്ളേരെ കാണുമ്പോൾ ഞങ്ങക്ക്. അതിതൊക്കെ ഞങ്ങള് എന്താ പറയാ കാരണം അവരെ ഫോട്ടോ ഞങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നില്ല. ജനിച്ച സമയത്തൊന്നും ഓരോരുത്തർ പോസ്റ്റ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ കാണിച്ചു ഇവരെങ്ങനെയാണ് സമയത്ത് കാണിക്കണേ. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആദ്യം കാണിച്ചുകൂടായിരുന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. കാരണം ആ സമയത്ത് കാണിക്കാൻ പറ്റുന്ന പിരികം പോലൊന്നില്ല, കണ്ണും മൂക്കും മാത്രമുണ്ട്. കണ്ണുണ്ട് ഭയങ്കര അവരാ പറഞ്ഞ ഡോക്ടേഴ്സ് ആണെങ്കിലും ഓർഡർ സിസ്റ്റേഴ്സ് ആണെങ്കിലും നമ്മുടെ ഫാമിലി എല്ലാവരും ആ സമയത്തൊക്കെ ഇപ്പോഴും നോക്കണം അങ്ങനെ തന്നെ. അത്രയും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അവരാ. കാരണം നമുക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളല്ലേ, ആ മക്കളെ കുറിച്ച് മോശം കമന്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇത്രയും വിഷമം വരുന്നത്. ഒരു വിസ്മയ എന്ന് പറഞ്ഞൊരു കുട്ടി ഒരു കമന്റ് ചെയ്തിരുന്നു, മോശമാണ്. അതായത് ഒരിക്കലും അവൾക്ക് എന്താ പറയാ, അവള് ചിലപ്പോൾ ഒരു പെൺകുട്ടി ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഒരു അമ്മ ആയിരിക്കണമെന്നില്ല, ഒന്നും ആയിരിക്കുന്നില്ല. പക്ഷെ കമ്പാരിസൺ മാത്രമല്ല. നിങ്ങൾ ആ കുട്ടീനെ നോക്കുന്നില്ലേ, എനിക്ക് തരൂ, ഞാൻ നോക്കാം, എത്ര നല്ല മോനെ നിങ്ങൾ എന്തിനാ ഒഴിവാക്കുന്നൊക്കെ പറയുമ്പോ അതായത് അങ്ങനെ ചിന്തിക്കാത്തവര് പോലും ചിന്തിച്ചു പോവും തരത്തിൽ അങ്ങനെ കമന്റ് ഇടുമ്പോൾ. നമ്മൾ സാധാരണ ഒരു പിള്ളേരെ നോക്കണ പോലെ എല്ലാവരും 2 പേരെ നോക്കി. ഞങ്ങൾ വീട്ടിൽ ഇത്രയും സപ്പോർട്ട് ഉള്ളതിന്റെ പേരിൽ മാത്രമാണ് ആ ഒരു മനുഷ്യക്കോളത്തിലേക്ക് എത്തിക്കാൻ പറ്റും. ഞങ്ങൾ കൊണ്ടുപോകും. പക്ഷെ ഇവർക്ക് 2 പേർക്കും പോകുമ്പോ ചിലപ്പോ കാർ ഓടിക്കുമ്പോ അവര് എണീറ്റ് നടക്കാനോ ടൈം ആവില്ല. അപ്പൊ കാർ ഓടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരാൾ എടുത്തു നടക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഞങ്ങൾ കാർ സീറ്ററൊക്കെ വാങ്ങിച്ചപ്പോ 2 പേരെയും കൊണ്ടുപോകേണ്ട ടൈം പിന്നെ 2 പേരെയും കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ നടക്കൂല. നമുക്ക് പിള്ളേരെ കൊണ്ടുപോയാൽ മതി, നമുക്ക് കാര്യങ്ങൾ നടത്തി പോരണ്ടേ. അപ്പൊ 2 പേരെയും കൊണ്ടുപോകാൻ പറ്റില്ല. സബ്സ്ക്രൈബർ കുറ്റം പറയണല്ല, ചില തോട്ടായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും നന്നാവൂല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് കാണില്ല എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്മളോട് പറയും ചേച്ചി അത് വിട്, നമ്മ വെറുതെ നെഗറ്റീവ് അടിക്കണ്ട, കൊടുക്കാം. പക്ഷെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പൊ റിമൂവ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് നമ്മുടെ ലൈഫില് പോസിറ്റീവ്. അതെ, ഞങ്ങൾ എപ്പോഴും എല്ലായിടത്തും പറഞ്ഞ തന്നെ കൊല്ലാൻ വന്നാലും പോട്ടെ, പിള്ളേരെന്നൊക്കെ വെച്ചാൽ നമുക്ക് ദൈവം തരുന്ന, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കമന്റ് ഇടുന്ന ആൾക്കാർക്ക് എന്താണ് നാളെ വിധിച്ചിട്ടുള്ളത് നമുക്കറിയാം. ഓൾവേസ് കെയർഫുൾ ആയിട്ട് കമന്റ് ചെയ്യാം. അല്ല ഇന്ന് ഞാൻ നാളെ നീ എന്തിനാ വെറുതെ